ഹലോ എല്ലാവർക്കും BDR ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര 1/4 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, റവ 1/4 കപ്പ്, എള്ള് 2 ടേബിൾ സ്പൂൺ, ഗോതമ്പ് 1 കപ്പ് എന്നീ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് അവിടെ എടുത്തത്. ആ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ബ്രൗണിഷ് കളർ വരണമെന്നില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ല രീതിയിലും ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റവ 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വെളുത്ത എള്ളാണ് ഞാൻ അവിടെ എടുത്തത്. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാനിതവിടെ ഗോതമ്പ് പൊടി, എള്ള്, റവ, നെയ്യ് ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതാ ഇനിയിപ്പോൾ ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉരുള രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാനാണ്. ഇങ്ങനെ ഓരോ സ്ലൈസായിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പരിപാടിയൊന്നുമില്ല. ഇനി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അതിനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുതേ. ഫ്ലെയിം കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. എന്നുവെച്ചാൽ ഉൾവശം വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡിയാണ്. ഞാൻ ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കിതൊന്ന് കഷ്ണം പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഉള്ളത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു.